എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. കഴിഞ്ഞ ഒരാഴ്ച യാത്രകളിലായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് നമ്മൾ അനൗൺസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ആഴ്ച വീണ്ടും നമ്മൾ സ്ഥിരം യാത്രയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഇവിടെ ചർച്ചയിൽ വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിനൊരു തലക്കെട്ട് വേണമല്ലോ. അതുകൊണ്ടാണ് അന്വേഷികൾക്ക് പലപ്പോഴും കൗതുകകരമായി വർത്തിക്കുന്ന, വിശ്വാസികൾക്ക് പലപ്പോഴും ഉറപ്പായി വർത്തിക്കുന്ന ഒന്നാണ് ജാതകം. വിശ്വാസി രണ്ടു തരം വിശ്വാസികളുണ്ട്. ഈ മത യാഥാസ്ഥിതിക കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികളും, യഥോസ്ഥിതി ശരിയല്ല, എപ്പോഴും യൗക്തികമായി വഴിതിരിഞ്ഞു നിൽക്കുന്നതാണ്, വിഭ്രംശാത്മകമായ ജീവിതമാണ്, സാങ്കേതികതയാണ് ശരി എന്ന് പറയുന്ന ശാസ്ത്രവിശ്വാസികളുടെ വിശ്വാസം ഇതില്ല എന്നുള്ളതാണ്. അപ്പൊ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന രണ്ട് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോ ഈ ജാതകം എന്ന് പറയുന്ന ഒന്ന് സത്യത്തിൽ എന്താണ്, അതിനെ നമ്മൾ പാടെ നിഷേധിക്കുന്നുണ്ടോ, നിഷേധിക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ പലർക്കും കൗതുകം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇടത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. പിന്നെയാണ് ജാതകത്തിന് അതീതരാകേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അതിനെന്താണ് വഴി എന്നുള്ളതൊക്കെ പറയേണ്ടത്. നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മൾ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ പോസ്റ്ററിൽ പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുന്നവർ ജാതകം എന്നുള്ളത് പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഈ അംഗീകാരം എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ തന്നെ ബാധകമാണ്. എല്ലാ വിശ്വാസികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല, അറിയാത്തതിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അറിയാത്തതിന്മേലുള്ള ഉറപ്പ്. മറ്റൊരാൾക്ക് അറിഞ്ഞത് എന്റെ അറിവല്ല, മറ്റൊരാൾ അറിഞ്ഞതിനെ ഞാൻ പിന്തുടരുകയാണെങ്കിൽ അതൊരിക്കലും എന്റെ അറിവാകുന്നില്ല. അപ്പോ അതിനെ അറിവായി ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ, അതിനെ ഞാൻ പിന്തുടരുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഉറപ്പായതാണല്ലോ. അപ്പോ എനിക്കറിയാത്തത്, മറ്റാർക്കോ ഉള്ള അറിവ് എനിക്കറിയാത്തതിന്മേലുള്ള ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭൗതിക വിശ്വാസികളും ആത്മീയ വിശ്വാസികളും മാനസിക വിശ്വാസികളും ജ്ഞാനവിശ്വാസികളും പിന്നെ ചൈതന്യ വിശ്വാസികളും, എല്ലാ വിശ്വാസികളും വിശ്വാസികൾ തന്നെ. അവർക്കറിയാത്തതിന്മേലുള്ള ഉറപ്പാണ്. പലപ്പോഴും ഈ വിശ്വാസങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത് അധികാരിയുടെ മുകളിലുള്ള വിശ്വാസം എന്നുള്ള ഒന്നുകൊണ്ടാണ്. അതായത് ഒബീഡിയൻസ് ടു അതോറിറ്റി എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് അധികാരിയോടുള്ള വിധേയത്വം. ആ വിധേയത്വത്തിന്റെ മറ്റൊരു മുഖമാണ് അധികാരത്തോടുള്ള വിശ്വാസം. അധികാരം ഉറപ്പിക്കുന്നവൻ. അപ്പൊ അമ്മയുടെ മുകളിൽ കുഞ്ഞിന് വിശ്വാസമുണ്ട്. അമ്മ എല്ലാം നോക്കിക്കോളും, അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ജനിച്ച കാലം മുതൽ അറിയുന്ന ഒരു കുഞ്ഞിന് തന്റെ ആവശ്യങ്ങളെല്ലാം അമ്മ നിർവഹിക്കുക എന്നുള്ള ഒരു ലൗകിക സംവിധാനം തനിക്ക് ചുറ്റും പ്രവർത്തിക്കുന്നത് കണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചോദ്യവും ഇല്ലാതെ അത് അങ്ങനെ തന്നെ വിശ്വസിക്കും. അതങ്ങനെ തന്നെയാണോ എന്നുള്ളത് ആ കുഞ്ഞിന് അറിയേണ്ട കാര്യമില്ല. അത് ഉറച്ച വിശ്വാസമാണ്. അങ്ങനെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന്, മുതിർന്ന ആളുകളിൽ നിന്ന് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങളിലുള്ള വിശ്വാസം നമ്മിലെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല വിശ്വാസങ്ങളുണ്ട്. ഇപ്പോ നമുക്കൊരു അസുഖം വരുമ്പോ അതിന് ജലദോഷം വന്നു, കണക്കൂർക്കയുടെ ഇലയും തുളസി ഇലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുരുമുളക് ഇട്ടുകൊണ്ട് ഒരു ചെറിയ പാനീയം ഉണ്ടാക്കി കുടിച്ചാൽ അത് ജലദോഷത്തിന് ഗുണകരമാണെന്ന് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതിനു പകരം വിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ തേച്ചു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പ്രായോഗിക വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. അതല്ല, ഇപ്പൊ ചെറിയ പനിയൊക്കെ വരികയാണെങ്കിൽ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും എന്ന് സാങ്കേതിക വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. അസുഖമാണോ മാറുന്നത്, ലക്ഷണമാണോ മാറുന്നത് എന്നുള്ളത് മറ്റൊരു വശം. പലപ്പോഴും ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുണ്ടായിട്ടല്ല നമ്മൾ അതിനെ വിശ്വസിക്കുന്നത്. നമ്മൾ ഒരു വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ
എനിക്കൊരു മാറ്റം വരാൻ വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന സംവിധാനം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം എന്ന് വെച്ചാൽ എന്താ, അരിയാണ് എന്ന് ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരൻ വിശ്വസിക്കും. അത് ഗോതമ്പാണെന്ന് നോർത്ത് ഇന്ത്യയിലുള്ളവർ വിശ്വസിക്കും. ഭക്ഷണം എന്ന് വെച്ചാൽ മനസ്സിൽ അതാണ് വരിക, അവിടെ സംശയമില്ല, ചോദ്യമില്ല. അങ്ങനെ അത് നമ്മൾ ഫോളോ ചെയ്യും. അപ്പൊ അത്തരം വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ വിശ്വാസം ഉണ്ടാകുന്ന അധികാരി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അതല്ലാതെ തന്നെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തെളിവുകളാണ്. തെളിവുകൾ, ഇത് പലതരം തെളിവുകളുണ്ട്. നേരിട്ട് ഇപ്പോ ഇവിടെ സ്വിച്ച് ഇടുമ്പോൾ അവിടെ ലൈറ്റ് കത്തുന്നു എന്ന് പറയുന്നത്, സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്ന അനുഭവമുള്ളവന് അത് തെളിവാണ്. ഈ സ്വിച്ച് ഇടുന്ന സമയത്ത് ലൈറ്റ് കത്തുന്നത് സ്വിച്ച് ഇടുന്നത് കൊണ്ടാണെന്നുള്ള സാങ്കേതികതയുടെ വിശകലനം നടത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിന്റെ ഈ A to Z കണക്ഷൻ അറിയാം, ആ ബന്ധം അറിയാം. അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് ഇടുമ്പോൾ ഇതിലൂടെ വൈദ്യുതി പ്രവഹിച്ച് ഈ കമ്പിയിലൂടെ പോയി അത് അവിടെ ചെന്ന് അതിൽ ആ ലൈറ്റിനെ തെളിയിക്കുന്നു. അതുകൊണ്ട് എനിക്കത് ബോധ്യമാണ്, ഇതുവഴിയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോ നമുക്ക് ഒരു തെളിവ് അവിടെ ഉണ്ടാവുന്നു. പക്ഷെ ഇത് ഒരുപോലെ പലതവണ പ്രവർത്തിക്കുമ്പോൾ പല അധികാരികളും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളത് അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ തന്നെയാണോ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയില്ല സത്യത്തിൽ. അപ്പോ എല്ലാ കാലത്തും നമുക്ക് ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് അനുകൂലമായി ചില സാഹചര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാം. ഇപ്പൊ പഴയ കാലത്ത് പറയുമായിരുന്നു, കാക്ക കരഞ്ഞു അതുകൊണ്ട് അതിഥി വരും എന്നുള്ളത്. അതിഥി വരുമ്പോഴൊക്കെ കാക്ക കരയുന്നത്, അതിഥി വരുന്നതിന് മുമ്പൊക്കെ കാക്ക കരയുന്നത് ആവർത്തിച്ച് കണ്ടിട്ടുള്ളവർക്ക് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് തമ്മിൽ, അതായത് അതിഥി വരുന്നു, കാക്ക കരയുന്നു, അതിഥി വരുമെന്നുള്ളപ്പോൾ കാക്ക കരയുന്നു. അപ്പൊ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ദൃഷ്ടാന്തം എന്ന് പറയുക. നമ്മൾ ദൃഷ്ടമായത്, നമ്മൾ കാഴ്ചയാകുന്നത് ഒന്ന്, അതിന്റെ അന്തത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ കാഴ്ചയിലൂടെ നമുക്കിത് പറയാൻ കഴിയും. ഇതിന്റെ വിപുലപ്പെട്ട രൂപമാണ് സത്യത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ എന്നൊക്കെ പറയുന്നത്. എല്ലാത്തരം തെളിവുകളും എല്ലാത്തരം വിശ്വാസങ്ങളുടെയും അടിസ്ഥാനമാകുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. ഈ ദൃഷ്ടാന്തത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ബന്ധം, അന്യോന്യ ബന്ധം, കാര്യകാരണ ബന്ധം എന്നുള്ളത് എപ്പോഴും നിർവചിക്കാൻ കഴിയുന്നതായിക്കൊള്ളണം എന്നൊന്നുമില്ല. ശാസ്ത്രീയ വിശ്വാസികൾ ഈ വിശ്വാസങ്ങളെല്ലാം അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അധികാരി പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കുന്നത് അതെല്ലാം അങ്ങനെ ആയിരിക്കും എന്നുള്ള ദൃഷ്ടാന്തങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അല്ലാതെ ഈ ശാസ്ത്രീയ തെളിവുകളുള്ളവർ ആരും തന്നെ ഇതിനെ സാങ്കേതികമായി മുഴുവനായും ആദ്യന്തം പഠിച്ചുകൊണ്ടല്ല ആ തെളിവുകളെ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് തെളിവുകൾ എന്ന് പറയുന്ന ആ ഒന്ന്, അതായത് ദൃഷ്ടാന്തം തെളിവായി മാറുന്നൊരവസ്ഥ, ഈ അവസ്ഥയെ ആദ്യകാലം മുതൽ തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആദ്യകാലം മുതൽ തന്നെ നമ്മൾ വിശ്വസിച്ചു വരുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും നമ്മളത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അതിന്റെ വിപുലപ്പെട്ട രൂപം ശാസ്ത്ര ലോകത്തും ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഒരു മിനിറ്റ്, ഈ ഫോണിൽ ഇവിടുന്ന് കൊണ്ടുപോകണേ, കോള് വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ആദ്യകാലം മുതൽ തന്നെ നമുക്ക് ചില ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് വിരുന്നുകാരൻ വരുന്നതിന് മുമ്പ് കാക്ക വന്നു എന്ന് പറയുമ്പോൾ ഇവ തമ്മിലുള്ള ബന്ധത്തെ, നേർബന്ധത്തെ നമുക്ക് അളക്കാൻ കഴിയാതെ വരുന്നു. അപ്പോ നേർബന്ധം എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ പ്രകൃതി എന്ന സംവിധാനത്തിനകത്ത് നേർബന്ധത്തിലല്ലാതെ പരസ്പര ബന്ധിതമായി സമഗ്രമായി നിൽക്കുന്ന വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ആ സമഗ്ര ബോധ്യം ഇല്ലാത്തപ്പോ നമുക്ക് ഈ കാര്യകാരണ ബന്ധങ്ങളെ എല്ലായിടത്തും തെളിയിക്കാൻ കഴിയില്ല. അപ്പോഴും ദൃഷ്ടാന്തങ്ങൾ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാനാകും. ഓരോരുത്തരുടെ കാഴ്ചക്കനുസരിച്ച്, കാഴ്ചപ്പാടിനനുസരിച്ച്, അവരുടെ വീക്ഷണ വൈപുല്യത്തിനനുസരിച്ച് ഈ ദൃഷ്ടാന്തങ്ങളുടെയൊക്കെ സാധ്യതയും സാധുതയും ഒക്കെ കൂടുകയാണ് ചെയ്യുക. അങ്ങനെ ആദ്യകാലത്ത് പ്രാചീന ദാർശനികർ
അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ നക്ഷത്രങ്ങളുമായും പ്രാദേശിക കാര്യങ്ങളുമായും ഋതുക്കളുമായും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരതിനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് ദീർഘകാലത്തെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ പലതും എഴുതി വച്ചിട്ടുണ്ട്. ആ എഴുതി വച്ചിട്ടുള്ളതനുസരിച്ച് ഇന്നും നമ്മുടെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ ദേശങ്ങളിലും ജ്യോതിഷത്തെ, അതാത് പ്രദേശത്തെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഈ കാര്യം അംഗീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. സത്യാന്വേഷിക്ക് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ അന്വേഷിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും അതിൽ ശരിയുടെ സാധ്യതകൾ വരുന്നത് കാണാം. അപ്പൊ അതൊരു പ്രോബബിലിറ്റിയുടെ ഒരു സാധ്യത അവിടെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. സംഭാവ്യത ആവർത്തിച്ച് സംഭവിക്കുന്നത് കാണാം. പക്ഷെ അതിന് തെളിവുകളില്ലാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ ശാസ്ത്രവാദത്തിന്റെ വരണ്ട ഭാഗം ആണ് ഈ ഒരുതരം യുക്തിവാദം എന്ന് പറയുന്നത്. യുക്തിവാദത്തിന്റെ ഒരു വ്യാഖ്യാനം ഉണ്ട് എന്ന് തെളിവില്ല എന്നുള്ളത് ഇല്ല എന്നുള്ളതിന് തെളിവാണെന്ന് പറയുന്നുണ്ട്. അത് എത്ര മൗഢ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഉണ്ട് എന്നതിന് തെളിവില്ല എന്നുള്ളത് നിരീക്ഷകന്റെ പരിമിതിയാണ്. വസ്തുനിഷ്ഠമായ തെളിവില്ല എന്നുള്ളത് വ്യക്തിനിഷ്ഠമായ തെളിവില്ലാത്തതിന്റെ ഉദാഹരണമല്ല. വസ്തുനിഷ്ഠമായ തെളിവില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായി നോക്കുന്ന ആൾക്ക് അവരുടെ ദൃഷ്ടിയിൽ അത് പതിയുന്നില്ല. അവരുടെ മാനങ്ങളിൽ അവരുടെ മാനകങ്ങൾ പോരാതെ വരുന്നു എന്നുള്ളതാണ്. റിഡക്ഷനിസത്തിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലതിന്റെയും തെളിവ് കണ്ടെത്താൻ കഴിയില്ല. കാരണം ആ ഭാഗങ്ങളിൽ ആ ഏരിയയിൽ അത്തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിയണമെന്നില്ല. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും സത്യമല്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ സത്യാന്വേഷി ഈ ജാതകം, ജ്യോതിഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ സമീപത്ത് കൂടെ പോകുന്ന സമയത്ത് പല സംഭാവ്യതകളും അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ നമുക്ക് പലതിനും നിഷേധിക്കാൻ കഴിയില്ല. ഈ വസ്തുനിഷ്ഠമായ തെളിവുള്ളതാണെങ്കിൽ നമുക്ക് ഇന്നതാണെന്ന് പറയാം. വസ്തുനിഷ്ഠമായ തെളിവുകൾ ഉള്ളത് പലതും പിന്നീട് മാറ്റി പറയേണ്ടി വരുന്നുണ്ടല്ലോ ശാസ്ത്രലോകത്ത്, അല്ലെ? മാറ്റി പറയേണ്ടി വരുന്നുണ്ട്. അപ്പൊ പുതിയ സത്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ മാറ്റാൻ സാധ്യതയുള്ളത്, മാറ്റത്തിന് വിധേയമായതാണ് ഇന്നത്തെ സത്യം എന്നത് ശാസ്ത്രം അംഗീകരിക്കുന്നതാണ്. ഇത് ആത്യന്തിക സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജ്യോതിഷത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ സംഭാവ്യതകളാണ് എന്നാണ് പറയുന്നത്. ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടുള്ള ഒരാളല്ല, ജ്യോതിഷം എന്റെ വിഷയവുമല്ല. പക്ഷെ ജ്യോതിഷത്തെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാലമാനകമായിട്ടാണ്. നമ്മൾ കാലത്തെ, സമയത്തെ അളക്കാൻ ഉള്ള ഘടികാരങ്ങളെ നമ്മൾ ഇവിടെ നിർവചിക്കുന്നത് കാലം അല്ലെങ്കിൽ സമയം എന്നത് ബോധപരിണാമമാണെന്നുള്ളതാണ്. അപ്പൊ ബോധപരിണാമം എന്നുള്ള രീതിയിൽ സമയത്തെ മനസ്സിലാക്കുന്ന നമുക്ക് ഈ നക്ഷത്രങ്ങളുടെ ചലനത്തെയൊക്കെ ആധാരമാക്കി ഉണ്ടാക്കിയ ഒരു പഞ്ചാംഗം ഉണ്ടല്ലോ നമുക്കല്ലേ? ആ പഞ്ചാംഗത്തെ ഫോളോ ചെയ്ത് നിത്യജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് നമ്മൾ എത്ര വലിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനമാണെങ്കിലും ശരി, ഈ കാലണ്ടർ എന്നുള്ള സാധനത്തെ, പഞ്ചാംഗത്തെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പഞ്ചാംഗങ്ങൾ ഉണ്ടാകുന്നതെല്ലാം തന്നെ നക്ഷത്ര ചലനങ്ങളെയും സൗരയൂഥത്തിന്റെ ചലനങ്ങളെയും സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ പൊസിഷനുകളേക്ക് ആധാരമാക്കിയിട്ടാണ്. പക്ഷെ അതിനെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രങ്ങൾക്കനുസരിച്ച് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു പോരുന്നുണ്ട്. ഇത് ശരിയുണ്ട്, ശരിയുടെ കണികൾ എപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ചില പ്രത്യേക നക്ഷത്രത്തിലുള്ളവർ, ചില പ്രത്യേക കൂറുകളിലുള്ളവർ, അവർക്ക് ഇന്ന രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടെന്നുള്ള നിർവചനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു പരിധിവരെ അത് ശരിയാണ് താനും. ഒരു പരിധിവരെ എന്നല്ല, ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളതിൽ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. അപ്പൊ അതില് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഇന്ന സമയത്ത് ഇന്നത് സംഭവിക്കും, ഇന്നത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പലപ്പോഴും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിലെ ശരി എവിടെയാണ് കിടക്കുന്നത് നമുക്ക് അറിയില്ല. നമുക്ക് ശരി എവിടെയാന്ന് ഉള്ളത് അറിയില്ല. ഞാൻ ഇത് സംസാരിക്കുന്നത് പ്രകൃതി തത്വശാസ്ത്രത്തിന്റെയും സിദ്ധ സമ്പ്രദായത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്നാണ്. അവിടെ നിന്നും നിരീക്ഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ജ്യോതിഷത്തെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് വ്യക്തിഗതമായി ഓരോ വ്യക്തിക്കുമുള്ള നിരീക്ഷണങ്ങൾ, അനുഭവങ്ങൾ ഒക്കെ തന്നെ വ്യക്തിനിഷ്ഠമാണ്, നമുക്കറിയാം.
വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ജനിതകമായി കിട്ടുന്നുണ്ട് അല്ലെ. മാതാപിതാക്കളിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഒക്കെ കിട്ടുന്നതാണ് അയാൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരവസ്ഥ. അയാൾ ജനിച്ച് അയാളൊരു സൈഗോട്ടായിട്ട് രൂപം കൊള്ളുന്ന കാലം മുതൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാലം മുതൽ അയാൾ ഉണ്ടാകുന്ന വളരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സാഹചര്യം വെച്ചാൽ ഗർഭപാത്രത്തിന് ചുറ്റും ഉണ്ടാവുന്ന വൈകാരിക പശ്ചാത്തലങ്ങളെ അനുസരിച്ച് അവരിൽ വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനുശേഷം അയാൾ വെളിയിൽ വരുമ്പോൾ അയാളുടെ ചുറ്റും കാണുന്ന സാഹചര്യങ്ങൾ, അയാളുടെ ജീവിതാനുഭവങ്ങൾ, ആവർത്തിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ 7-8 വയസ്സാകുമ്പോഴേക്കും ഇയാളുടെ വ്യക്തിത്വം ഒരു ഫോം ആകുന്നു. ആ ഫോമിനനുസരിച്ച് ഇയാൾ ജീവിതത്തിന്റെ പാരഡൈമായിട്ട് മുൻപോട്ട് പോകുന്നു. ജീവിതകാലം മുഴുവൻ ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ജീവിതകാലം മുഴുവൻ സംഭവിക്കുന്ന ആ ഒന്ന് ഏത് തരത്തിലാകാം എന്നുള്ളത്, എങ്ങനെയൊക്കെ ആകാം എന്നുള്ളത് ജനിച്ച കാലം നോക്കിയിട്ടില്ല. ഒരാളുടെ ബിഹേവിയർ വെച്ചിട്ട്, ഒരാൾ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത് വെച്ചിട്ട് അയാൾ എങ്ങനെയൊക്കെ പെരുമാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയാൻ നമുക്ക് കഴിയും എന്നത് ഇവിടെ ഇരിക്കുന്ന 1-2 പേർക്ക് ഒഴിച്ചു ബാക്കി മുഴുവൻ പേർക്കും അനുഭവം. കോർട്ടക്കാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാറ്റൺ ഉപയോഗിക്കുന്ന ആളുടെ ആ പ്രാക്ടീസ് കണ്ടിട്ട്, ബാറ്റൺ എറിയുന്നതും വാങ്ങിക്കുന്നതുമായുള്ള രീതി കണ്ടിട്ട് അവരുടെ വ്യക്തി വിശകലനം നടത്തി അവർ ഏത് രീതിയിലാണ് പെരുമാറുക, അവരുടെ ജീവിതാനുഭവങ്ങൾ ഏത് തരത്തിലാണ് പോവുക എന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. 1-2 പേർ അതിൽ പങ്കെടുത്തിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം തന്നെ അത് അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പോ ഈ വിധത്തിൽ നമുക്ക് നിർവചിക്കാൻ പറ്റുന്നത് ഒരാളുടെ ടെമ്പറമെന്റ്, അയാളുടെ പേഴ്സണാലിറ്റി ടൈപ്പ്. ആ പേഴ്സണാലിറ്റി ടൈപ്പിനനുസരിച്ചാണ് അയാൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പേഴ്സണാലിറ്റി ടൈപ്പ് എവിടെയാണ് ഫോം ആവുന്നത്? ആ ഫോം ആകുന്നത് അയാളുടെ ജനിക്കുമ്പോൾ കിട്ടിയ ശരീരം മുതൽ, മാതാപിതാക്കളുടെ ശരീരം മുതൽ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കടന്ന് ആ പാരഡൈം ആകുന്നത് 8 വയസ്സിന്റെ ഉള്ളിലാണ് ഇത് ഫോം ആകുന്നത്. അപ്പൊ ഈ ഫോം ആകുന്ന രൂപത്തിലാണ് പിന്നെ അവരുടെ പെരുമാറ്റം, ആ രീതിയിലാണ് അവരുടെ ലോകവീക്ഷണം, അതിനനുസരിച്ചാണ് അവരുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന രീതി, അതിനനുസരിച്ചാണ് ജീവിതത്തിന്റെ അനുഭവങ്ങൾ. ഇതെല്ലാം ഈ രീതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അയാളുടെ ജീവിതത്തിന്റെ തീരുമാനം, ഇനി എങ്ങനെ പോകണമെന്നുള്ള തീരുമാനം ഇയാളുടെ ഉപബോധ ചിത്രം തീരുമാനിച്ചിട്ടുണ്ടാവും. കഷ്ടപ്പാടും ദുരിതവും ആവർത്തിച്ച് അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് എങ്ങനെ മാറ്റും ഭഗവാനെ എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മളെ പോലുള്ള ചില ആളുകൾ ഇത് മാറ്റിയെടുക്കാൻ ചില നുറുക്കുവിദ്യകളുണ്ട്. അതിന് PSP അല്ലെങ്കിൽ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ പോലെയുള്ള ക്വാണ്ടം ലൈഫ് പോലുള്ള ചില പ്രാക്ടീസുകളുണ്ട് നമ്മുടെ കയ്യിലുള്ളത്. ഇതുപോലെ ലോകത്ത് ഒരുപാട് പ്രാക്ടീസുകളുണ്ട്. ഈ പ്രാക്ടീസുകൾ വഴി പാരഡൈം ഷിഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ പാരഡൈം ഷിഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തി അതിനു വേണ്ടുന്ന പരിശീലനങ്ങൾ കൊടുത്ത് പല രീതിയിൽ നമ്മൾ ആ പരിശീലനങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോ ഈ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി രൂപപ്പെട്ടു വന്നിട്ടുള്ള നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ ചിന്താരീതി, ഇവയെല്ലാം ചില സങ്കേതങ്ങൾ ഉപയോഗിച്ച്, പ്രായോഗിക സങ്കേതങ്ങൾ ഉപയോഗിച്ച്, ചില പ്രാക്ടീസുകൾ ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളതാണ്, നമുക്ക് അനുഭവമുള്ളതാണ്. എത്രത്തോളം മാറ്റാൻ പറ്റുന്നത് നമ്മൾ അതിനനുസരിച്ച് എത്രത്തോളം ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്. 100% ഡെഡിക്കേറ്റ് ചെയ്താൽ 100% മാറും എന്നുള്ളതാണ്. ഇത് നമുക്ക് അറിവുകളാണ്, അനുഭവമുള്ളതാണ്. ഇത് എല്ലാ നമ്മളെ പോലെയുള്ള ഒരുപാട് സങ്കേതങ്ങൾ, മനഃശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഇത് പരിചയമുള്ളതാണ് താൻ. ലോകം മുഴുവൻ ഇത്തരം പരിശീലനങ്ങൾ നടക്കുന്നുമുണ്ട്. അപ്പോ ജന്മസിദ്ധമായി കിട്ടിയ ഒരു രൂപത്തെ മാറ്റി എഴുതാൻ നമ്മുടെ പരിശീലനങ്ങളിലൂടെ, അറിഞ്ഞുകൊണ്ടുള്ള പരിശീലനങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന് രക്തം ചുരുക്കം. ഇതിന്റെ കുറച്ചുകൂടെ, ഈ ഫ്രെയിമിന്റെ കുറച്ചുകൂടെ വെളിയിൽ നിൽക്കുന്നതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ജാതകത്തിന്റെ കഥ. ഒരാൾ ജനിക്കുന്ന സമയം, അയാൾ ജനിക്കുന്ന സ്ഥലം, ഇതിനനുസരിച്ച് അയാളുടെ നക്ഷത്രം, അങ്ങനെയുള്ള ആ പ്രാഥമിക വിവരങ്ങൾ വെച്ചുകൊണ്ട് അയാളുടെ ടെമ്പറമെന്റ് ഇന്നതായിരിക്കും എന്ന് ഗണിക്കാനുള്ള
ഒരു സമ്പ്രദായമായിട്ടാണ് എല്ലാ പ്രദേശത്തെയും ജാതകം എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്, എല്ലാ പ്രദേശത്തെയും ജ്യോതിഷം ഉണ്ടായിട്ടുള്ളത്. അതിനെ ആധാരമാക്കിയിട്ട് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു 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 കാര്യമാണ് ഈ ജാതകം എന്ന് പറയുന്നത്. ഒരു വണ്ടിക്ക് RC ബുക്ക് ഉള്ളത് പോലെ ഒരു പരിപാടിയാണ്. ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടാവുക എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ ഒരു വ്യക്തിക്കുള്ള ബുക്കാണ് ഈ ജാതകം എന്ന് പറയുന്നത്. ഈ ജാതകത്തിൽ ഈ വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന സമയവും കാലങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ രേഖപ്പെടുത്തിയതിനനുസരിച്ച് അയാളുടെ സ്വഭാവ രീതി, അയാളുടെ പ്രവർത്തന രീതി എന്നുള്ളതിനെ നിർവചിക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ ജാതകത്തിന്റെ പ്രത്യേകത. അപ്പൊ ജ്യോതിഷി ഇതാണ് ചെയ്യുന്നത്, ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. എപ്പോഴാണ് ഇതുണ്ടാവുന്നത് എന്നുള്ളതിനെ ഇന്റർപ്രറ്റ് ചെയ്യും. ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന ഒരു പ്രശ്നത്തിന്റെ കാലത്താണ് നിൽക്കുന്നത്, നിങ്ങളുടെ ഇന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്, ഇന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതിൽ നിന്നും അതിജീവിക്കാൻ ഇന്ന 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 പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പരിഹാരങ്ങൾ ചെയ്താൽ ചിലർ വിജയിക്കും, ചിലർ വിജയിക്കില്ല. വിജയിക്കുന്ന ആളുകളെ നോക്കിയാൽ മനസ്സിലാവും, ഋതം എന്ന് പറയുന്നതിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്നവരല്ല, ലോജിക് എന്നുള്ളതിൽ പൂർണ്ണമായിട്ട് നിൽക്കുന്നതല്ല, ഒരു പരിധിവരെ ഋതം അല്പം കുറവും ഒരു പരിധിവരെ ലോജിക്കിന്റെ ആധിക്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിന്റെ ഫലസിദ്ധി ഉണ്ടാവുക. അതല്ലാത്ത ആളുകള്, ഇപ്പൊ ഋതം കൂടിയ ആളുകൾ, താളം കൂടിയ ആളുകൾ, ഒരു സ്വഭാവത്തിന്റെ പശ്ചിമ അവരിൽ കൂടുതലായിരിക്കും. ഈ സ്വഭാവ പ്രകാരം അവര് ഒരു പ്രവർത്തനത്തെ, അവരുടെ ഒരു കാഴ്ചപ്പാടിന്, ജീവിത കാഴ്ചപ്പാടിന്, ജീവിതാനുഭവത്തെ, അത്തരം കാര്യങ്ങളെ അവർ ഒരു തരത്തിൽ അതിനെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് മാറേണ്ടുന്ന സാഹചര്യങ്ങൾ വന്നാലും വിട്ടുപോകാൻ, ആ രീതിയെ വിട്ടുപോകാൻ അവർ തയ്യാറാവില്ല. അപ്പൊ നിരന്തരമായിട്ട് പ്രശ്നങ്ങളിൽ ചാടുന്ന ഒരാള്, അതിനെക്കുറിച്ച് പരിതപിക്കുന്ന ഒരാള്, അയാൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അവർ താളാത്മകരാണ്, പശ്ചിമയുള്ളവരാണ്, അവർക്ക് പോകാൻ കഴിയില്ല. യൗക്തികതയുള്ളവരാണെങ്കിൽ ഇതിന് പുറത്തു പോവുക എന്നുള്ളത് അവരുടെ ബുദ്ധി കൊണ്ട് പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. അവരുടെ ശീലങ്ങളിൽ അവർ മാറ്റം വരുത്തില്ല, അവരുടെ പാറ്റേണിൽ അവർ മാറ്റം വരുത്തില്ല. മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അപ്പോ യൗക്തികമായി പോകുന്ന ആളുകൾക്കും ഈ കാര്യത്തിൽ വല്ല മാറ്റം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ ജാതകത്തിന്റെ പുറകെ പോകുമോ എന്ന് ചോദിച്ചാൽ അതിനും സാധ്യത കുറവാണ്. പിന്നെ ആർക്കാണ് മാറ്റം ഉണ്ടാവുക? മാറ്റം ഉണ്ടാകുന്നത് വിശ്വാസങ്ങളെ അംഗീകരിക്കുകയും എന്നാൽ യൗക്തികതയെ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നവർ, അതായത് വൈകാരിക ബുദ്ധി ഉള്ളവർ. വികാരങ്ങൾ കൂടുതലുള്ളവരല്ല, വൈകാരിക ബുദ്ധിയുള്ളവരാണ് ഈ കാര്യത്തിൽ വിജയിക്കുക. അവർ ഇതിനെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുകയും അവർ ആ ചക്രത്തിൽ നിന്നും താൽക്കാലികമായി പുറത്തേക്ക് പോവുകയും ചെയ്യും. താൽക്കാലികമായി പുറത്തേക്ക് പോകുന്ന എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും അളവ് കഴിയുന്ന സമയത്ത് അവർ അതിന്റെ മുകളിലുള്ള ആ പിടുത്തം അങ്ങ് ഒഴിവാക്കും. അത് റിലീസ് ആവുന്നതോടുകൂടി വീണ്ടും ഒരു പഴയ സ്ട്രീമിലേക്ക് വരും. വീണ്ടും ജീവിതാനുഭവങ്ങൾ പഴയ പോലെ തന്നെ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും. അപ്പോ ഈ ഒരു അവസ്ഥ, ജാതകം എന്നുള്ളൊരു അവസ്ഥയെ ഫോളോ ചെയ്യുമ്പോൾ, ജ്യോതിഷത്തെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത്, കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നത്, സന്തോഷം ഉണ്ടാകുമ്പോൾ ജാതകവും ജ്യോതിഷവും ഒന്നും വിഷയമല്ല കേട്ടോ. നമ്മൾ അതിനെക്കുറിച്ചും ചിന്തിക്കില്ല. കഷ്ടപ്പാടും ദുരിതം വരുന്ന സമയത്തേ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുള്ളൂ. ആ സമയത്ത് നോക്കുന്ന സമയത്ത് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കൃത്യമായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് പരിഹാരം ജ്യോതിഷി പറഞ്ഞു. അതിന് ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചെയ്തു, അത് മാറി. കുറച്ചു പേർക്ക് മാറില്ല. കാരണം അവരുടെ ഈ ബ്രെയിൻ സ്ട്രക്ചർ എന്താണെന്ന് ആരും പരിശോധിക്കില്ലല്ലോ. അപ്പോ പരിഹാരം പറയുക എന്നുള്ളത് ജ്യോതിഷിയുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ജ്യോതിഷി അത് പറയുന്നു. എന്നിട്ട് ഇവരത് ചെയ്തു നോക്കും, നടക്കില്ല. ക്രിയാത്മകതയുള്ള ആളുകൾ ചെയ്യും, അവർക്ക് ഇതിന് പരിഹാരം കാണും, അവർ കൂടുതൽ അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ദുരിതവും ഒരുപാട് കഷ്ടപ്പാടുകളും ഉള്ളവരാണെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജ്യോതിഷത്തെയും ജാതകത്തെയും 100% നിഷേധിക്കുന്നില്ല. അത് കൃത്യമായിട്ടുള്ള പ്രോബബിലിറ്റിയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ്. ആ പ്രോബബിലിറ്റിയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ പറയാൻ ശേഷിയുള്ളവൻ പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സംഭാവ്യതയോടുകൂടി നടക്കും. ഇത് പറയാൻ എനിക്കുള്ള ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബാറ്റൺ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തെ പറയാം. ജാതകം ഈ പറയുന്ന പോലെ ഇത്ര മണിക്ക് ഇത്ര ദിവസം നിങ്ങൾ ചത്തുപോകുമെന്ന് പറയുന്ന ആ ഒരു ജാതകം അല്ല.
നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ രീതി ഇതായിരിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെയായിരിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുക, നിങ്ങൾ കിടപ്പുമുറിയിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുക, നിങ്ങളെ ടോയ്ലറ്റിൽ ഇങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് പറയാൻ എനിക്ക് കഴിയും. ആയിരക്കണക്കിന് ആളുകളുടെ ആ പാറ്റേണിനെ പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതെങ്ങനെയാ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു വ്യക്തി ഈ വിധത്തിലുള്ള സ്വഭാവ ഗുണങ്ങളുള്ളവരാണെങ്കിൽ അവരുടെ പെരുമാറ്റം ഇങ്ങനെയായിരിക്കും എന്നുള്ളത് സംഭാവ്യതയുടെ കണക്ഷനാണ്, ദൃഷ്ടാന്തങ്ങളുടെ കണക്ഷനാണ്. ഈ കണക്ഷൻ വെച്ച് നമുക്ക് പറയാൻ കഴിയും. അപ്പോ പറച്ചിലിന്റെ രീതി അവിടെ, വിശ്വാസിയുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളിൽ കൂടെ പറയുന്നു. പലരും ഇത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പാടും ദുരിതവുമാണ് ജീവിതത്തിൽ ഉണ്ടാവുക, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ പാറ്റേണുകളുടെ ആവർത്തനങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഭീതിയാണ്. അപ്പോ ജാതകം ശരിയെന്നോ തെറ്റെന്നോ മനസ്സിലാക്കുന്നതിന് പകരം ജാതകം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ജാതകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ജാതകം എന്നുള്ള മറ്റേ ബുക്കും പേപ്പറും ഒക്കെ നമ്മുടെ നാട്ടിലെ കണ്ടിട്ടുള്ളൂ. പക്ഷെ മറ്റു പലയിടങ്ങളിലും ജ്യോതിഷം എന്നുള്ളൊരു കാര്യമുണ്ട്, എല്ലാ നാടുകളിലും ഉണ്ട്. അതാത് നാടുകളിലെ ജ്യോതിഷം എല്ലാ നാടുകളുടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ കഥകളിലും, എല്ലാ കൃതികളിലും, എല്ലാ ഇതിഹാസങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മാത്രം യുക്തിയിൽ വിരിഞ്ഞ ഒരു കഥയാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ചാലഞ്ച് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, പലരും ഇതില് എന്റെ ജാതകം ഇത്തരത്തിലാണ്, അതിന് ഞാൻ ഇനി എന്തു ചെയ്യും എന്ന് കരുതി ഭയക്കുന്നുണ്ട്. അപ്പോ ഇത് എന്റെ ടെമ്പറമെന്റ് ഇങ്ങനെയാണ്, ഇതിനെ മാറ്റാൻ എനിക്ക് കഴിയില്ല എന്നുള്ള ധാരണയാണ് ഭൂരിഭാഗം പേർക്കും ഉള്ളത്. അപ്പോ ഈ ധാരണയെ ഭയക്കാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞ ആമുഖാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്ന കാര്യം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക, അത് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രവർത്തിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതിലും പ്രവചിക്കുന്നതിലും പാളിച്ചകൾ മനുഷ്യന് വരാറുണ്ട്. എങ്കിലും ഏതാണ്ട് ആ കണക്കുകൾ കൃത്യമായിരിക്കും. ആ കൃത്യമായിട്ടുള്ള കണക്കുകൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന പോലെ ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ താളയുക്തികൾ ഇത്തരത്തിലായിരിക്കും, അയാളുടെ ജെൻഡർ നേച്ചർ ഇത്തരത്തിലായിരിക്കും, അയാളുടെ പൊളാരിറ്റി നേച്ചർ ഇത്തരത്തിലായിരിക്കും എന്നുള്ളത് വെച്ചിട്ട് അവരുടെ ബിഹേവിയർ പാറ്റേൺ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അവർ പൊതു സംവിധാനത്തിൽ ജീവിച്ചു പോകുന്ന സമയത്ത് ഇന്ന അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രവചിക്കുന്നത്. അപ്പോ വ്യക്തിഗതമായി ഈ വ്യക്തിക്കുള്ള സ്വഭാവവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ തനതായിട്ടുള്ള സ്വഭാവവിശേഷത്തിൽ നിന്നുള്ള മാറ്റം അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ജനിക്കുമ്പോൾ ഒരു വ്യക്തി, രൂപം കൊള്ളുമ്പോൾ ഒരു വ്യക്തി കേവലം ഒരു മനുഷ്യ രൂപത്തിലാണ് ജനിക്കുന്നത്. കേവലം മനുഷ്യനുള്ള ശരീരഘടന, കേവലം മനുഷ്യനുള്ള ജന്മസിദ്ധ ശേഷികൾ, കേവലം മനുഷ്യനുള്ള ഇന്ന കാര്യങ്ങൾ എന്നുള്ളത് പ്രകാരമാണ് ജനിക്കുന്നത്, അല്ലെ? എല്ലാവർക്കും ഹൃദയമുണ്ട്, എല്ലാവർക്കും തലച്ചോറുണ്ട്, എല്ലാവർക്കും കണ്ണുകളുണ്ട്, എല്ലാവർക്കും കാലുകളുണ്ട്, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കഴിയും, എല്ലാവരും വിസർജിക്കും. ഇതെല്ലാം ഒരു പൊതുരൂപമാണ്. ഈ പൊതുരൂപത്തെ രൂപീകരിക്കുന്ന സംവിധാനവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് ഓരോ ജീവിയും ജനിച്ചു വീഴുന്നതും ജീവിച്ചു തുടങ്ങുന്നതും. ഒരു ബയോട്ടിക് സിസ്റ്റം എന്ന രീതിയിൽ സ്വയം നിർദ്ധാരണ ശേഷിയുള്ള ഒരു ശരീര സംവിധാനമാണ് ആ കുഞ്ഞിനുണ്ടായിരിക്കുക. ഇത് അമ്മയിൽ നിന്നും അതിന്റെ അമ്മയിൽ നിന്നും ഒക്കെ ഇങ്ങനെ കാലങ്ങൾ തോറും ഇങ്ങനെ കൈമാറി വന്ന് അതിനെ നമ്മൾ അതിന്റെ മോർഫിക്കിനെ റിപ്പീറ്റ് ചെയ്തിട്ട് സ്വയം വംശീകരണം നടത്തിയിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ ജന്മം കൊള്ളാൻ തയ്യാറായതിനു ശേഷമുള്ള ഒരു ജീവിതാനുഭവത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ചുള്ള അനുരൂപപ്പെടലിലാണ് ഈ വ്യക്തിക്ക് സ്വന്തം വ്യക്തിത്വം, ഐഡന്റിറ്റി എന്നുള്ള സാധനങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാകുന്ന വലിവുകൾ, തിരിവുകൾ, വളവുകൾ ഒക്കെ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ചില പ്രത്യേക സംവിധാനങ്ങൾ വന്നു ചേരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ കിട്ടുന്ന ജന്മസിദ്ധമായ പ്രാകൃതീയമായ ശേഷികളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ടാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്, അവന്റെ പ്രാക്ടീസുകൾ ഉണ്ടാവുന്നത്, അവന്റെ ജീവിതത്തിന്റെ വഴികൾ തെളിയിക്കുന്നത്.
അപ്പോ ജനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതല്ല. ജനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ ഗർഭാപാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് വരിക എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ആ ഒരു സൈഗോട്ടായിട്ട് രൂപം കൊള്ളുന്നതിന് മുമ്പ് അതിന്റെ അഹം ഫോം ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്താണോ അതിന്റെ ധർമ്മമായി നിൽക്കുന്നത്, ആ ധർമ്മത്തിനനുസരിച്ചുള്ളതല്ല അയാളുടെ ജീവിത വാസനകൾ, ജീവിത പശ്ചാത്തലത്തിൽ ഓരോന്നായിട്ട് ആർജിച്ച് പോരുന്നത്. ആ വ്യക്തി ജനിച്ചു വളർന്നു വരുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഉണ്ടാവുന്ന ജീവിതാനുഭവങ്ങൾക്കനുസരിച്ച് ഇതിലിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇരട്ടകളെ എടുക്കുക. ഇരട്ടകൾ ഒരേ സമയത്ത്, ഏതാണ്ട് ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് ഒരുപോലെ ജനിച്ച് ജീവിച്ച് വളരുന്ന സമയത്ത്, ഒരേ പശ്ചാത്തലത്തിൽ ജീവിച്ച് വളരുന്ന സമയത്തും ഇവരുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും മാറ്റങ്ങൾ കാണാം. അപ്പോ ജനിക്കുമ്പോൾ ജന്മത്തിന്റെ സമയത്ത് കിട്ടുന്നതല്ല ജനിച്ച് ജീവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അതെങ്ങനെ പോകുമെന്നാണ് ഈ ജാതകം പറയുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ ടൈറ്റിലിൽ കൊടുത്തിരുന്ന ഒരു കാര്യം ജാതകത്തിന് അതീതരാകാൻ സാധനകൾ എന്നതാണ്. എന്താണ് ഈ സാധന? ഇപ്പോ പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റേ എന്താ പറയുക, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രകൃതിയുടെ നിയമങ്ങൾ ഉണ്ട്. നാം പ്രകൃതിക്കകത്താണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രകൃതിയോട് ചേർന്നിണങ്ങി പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കുക. അവിടെ പിന്നെ പാരിസ്ഥിതിക ദുരന്തങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും. ഇത് ശരീര നിയമങ്ങളിൽ ബാധകമാണ്. നമ്മൾ ശരിയായി കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഒന്നും ഒട്ടും വരില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സാധാരണ രീതിയിൽ ഈ വലിയ അസുഖങ്ങളോ വലിയ ദുരിതങ്ങളോ ഒന്നും വരില്ല. കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, അറിവിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഹൈജീനിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, മനസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇതിനെല്ലാം പ്രകൃതി നൽകുന്ന ഒരു ചെറിയ ഒഴുക്കുണ്ട്. ആ ഒഴുക്കിലൂടെ പോവുകയാണെങ്കിൽ എല്ലാം സ്വാഭാവികമായിട്ട് പോകും. ആ ഒഴുക്ക് തെറ്റിച്ചാൽ രോഗവും ദുരിതവും വരും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പ്രകൃതി നിയമങ്ങളെ പാലിക്കുക എന്നതാണ് ഈ ദുരനുഭവങ്ങളെ പുനഃസ്ഥാപിക്കുക, ദുരനുഭവങ്ങളെ മാറ്റിയെടുക്കാനുള്ള, ശമിപ്പിക്കാനുള്ള വഴി നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളപ്പോഴാണ് കുറച്ച് ആളുകൾ ഇതെല്ലാം നൽകിയിട്ടുള്ള ആ പ്രകൃതിയോട്, ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവങ്ങളിലേക്ക് പോകണം, അതിനെക്കുറിച്ചുള്ള അറിവുകളിലേക്ക് പോകണമെന്ന് കരുതിയിട്ട് ആത്മസാക്ഷാത്കാരത്തിന്റെയൊക്കെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്. മനസ്സമാധാനം കിട്ടണമെങ്കിൽ, ജീവിതത്തിന് ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ പരമ്പരകളുമായിട്ട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആദി പിതാക്കന്മാരുമായിട്ട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ ദൈവങ്ങളോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നു. ചില ആളുകൾ അതിന്റെയും അപ്പുറത്ത് വേറെ ചില കാര്യങ്ങളിൽ പ്രകൃതി ശക്തികളുമായി ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നു. അതിനുവേണ്ടി ഓരോരുത്തർക്കും ഓരോ തരം ദീക്ഷകളും ഉണ്ട്. ഓരോ സംവിധാനത്തിനും ഓരോ തരം ദീക്ഷകളുണ്ട്. ആ സംവിധാനത്തിനനുസരിച്ച്, ദീക്ഷകൾ അനുസരിച്ച് ചില പ്രാർത്ഥനകൾ, ചില രീതികൾ, നിഷ്ഠകൾ, നിസ്കാരങ്ങൾ, പിന്നെ ആരാധനാലയത്തിൽ പോക്ക്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെല്ലാം പൊതുവെ വിളിക്കുന്ന പേരാണ് സാധന എന്നുള്ളത്. ഇതിന്റെ സാധനയുടെ സാങ്കേതികതയെ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ വ്യവസ്ഥാ നിയമപ്രകാരം പഠിച്ചിട്ടുണ്ട്, കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്ന ഒരു ക്രമത്തിലാണ് നമ്മളെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഭൂമിയാകത്ത് കൂടിനകത്ത്, അതിനിടയിൽ വേറെ കൂടുകളൊക്കെ ഉണ്ട്, തൽക്കാലം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഭൂമി എന്ന കൂടിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ എന്ന കൂടിനകത്താണ് എന്റെ അവയവങ്ങൾ ജീവിക്കുന്നത്. എനിക്കനുസരിച്ചായിരിക്കണം എന്റെ അവയവങ്ങൾ അവിടെ നിൽക്കേണ്ടത് എന്ന് വെച്ചാൽ ഭൂമിക്കനുസരിച്ചായിരിക്കണം ഞാൻ നിൽക്കേണ്ടത്. ഭൂമിയും ഞാനും തമ്മിൽ കൃത്യമായിട്ടൊരു അലൈൻമെന്റിൽ വരുന്ന സമയത്ത് മാത്രമേ ഭൂമി പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് ഭൂമിക്കും കൈകാര്യം വിനിമയം നടക്കുകയുള്ളൂ. സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരു നേർരേഖയിൽ വരുന്ന സമയത്ത്, തിരിച്ചോ മറിച്ചോ നേർരേഖയിൽ വരുന്ന സമയത്ത് ഈ ഗ്രഹണങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. ഇതുപോലെ കാര്യങ്ങളെല്ലാം അലൈൻഡ് ആയി വരുന്ന ഒരു സമയത്താണ് കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവേ ചെയ്യപ്പെടുക. വിശക്കുന്നു എന്നുള്ള ഒരവസ്ഥ, എന്റെ മെറ്റാബോളിസം കൃത്യമായി നടക്കണമെങ്കിൽ എനിക്ക് ന്യൂട്രിയൻസ് വേണം. ന്യൂട്രിയൻസ് വേണമെങ്കിൽ കോശങ്ങൾക്ക് കലകളും, കലകൾക്ക് അവയവങ്ങളും, അവയവങ്ങൾക്ക് ശരീരവും അത് കൊടുക്കണം. ശരീരം, അപ്പൊ ഇത്രയും വരെയുള്ള ചോദ്യം, അതായത് കോശത്തിന് ഇത് വേണമെന്നുള്ള കാര്യം കലയും, കലയ്ക്ക് അത് വേണം എന്നുള്ളത് അവയവവും, അവയവത്തിന് അത് വേണം എന്നുള്ളത് ഞാനും മനസ്സിലാക്കുന്നത് വിശപ്പെന്ന ചോദനയിലൂടെയാണ്, ചോദനയുടെ ആ വിനിമയം നടക്കുന്നതിലൂടെയാണ്. ഈ സമയത്ത് നമുക്കൊരു ഭയപ്പാടുണ്ടായിട്ടുണ്ടെങ്കിൽ
നമുക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഈ സമയത്ത് കൊടുക്കേണ്ടതാണെന്നുള്ള അനുഭവം പോലും നമുക്ക് ഇല്ലാതെയാവും. അപ്പോ ആന്തരികമായി ഉണ്ടാവുന്ന ചോദന നമ്മൾ അറിയാതെ വരും. അപ്പോൾ നമുക്ക് അകത്തേക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ വരും. ഞാൻ എന്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന കാഴ്ചകൾക്കും അനുഭവങ്ങൾക്കും അനുസരിച്ച് എന്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജീവിതം ക്രമത്തിൽ പോകും. ആ സമയത്ത് ഞാൻ മൊബൈലിൽ നോക്കിയിരുന്നാൽ എപ്പോ വിശക്കുന്നു, എപ്പോഴാണ് എനിക്ക് ഭക്ഷണം കിട്ടുക, അല്ല എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാകാത്ത ഒരു ബോധതലത്തിലേക്ക് നമ്മൾ മാറും. നമ്മുടെ ബോധത്തിന്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകും, സിസ്റ്റം തെറ്റിപ്പോകും. അതായത് എന്റെ ആന്തരിക വ്യവസ്ഥ മുതൽ എന്റെ ബാഹ്യ വ്യവസ്ഥയിലുള്ള എല്ലാം അലൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ, ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതെല്ലാം അലൈൻഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ശാരീരിക പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, വ്യക്തിഗത പ്രവർത്തനങ്ങൾ, കോശപ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായിട്ട് നടക്കുക. ഇതിനെ ക്രമത്തിലാക്കി നിർത്താൻ വേണ്ടിയാണ് സാധന എന്നുള്ള പ്രക്രിയ നമ്മൾ ഉപയോഗിക്കുന്നത്. ആവർത്തിച്ച് ചെയ്യുക, ഒരേ സമയത്ത് ചെയ്യുക, ഒരേ സ്ഥലത്തിരുന്ന് ചെയ്യുക, ഒരുപോലെ ചെയ്യുക. ഇത് നിരന്തരം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കണക്ഷന്റെ ഒരു വാതായനം തുറന്നിടുകയാണ്, ഒരു സുതാര്യത നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത് പലതരത്തിൽ ചെയ്യുന്നുണ്ട്. ചിലർ പ്രാർത്ഥനകളുടെ രൂപത്തിലാകാം, ചിലർ കൂട്ടായ പ്രാർത്ഥനകളുടെ രൂപത്തിൽ ചെയ്യും, ചില ജപങ്ങളുടെ രൂപത്തിൽ ചെയ്യും, ചിലർക്ക് ചില സമയം കൊടുത്തിട്ടുണ്ട്, ആ സമയത്ത് ചില പ്രത്യേക അനുഷ്ഠാനങ്ങൾ ചെയ്യും. ഒരേ സമയത്ത് വിളക്ക് വെക്കും, ഒരേ സമയത്ത് നിസ്കരിക്കും, ഒരേ സമയത്ത് പ്രാർത്ഥിക്കും, കൂട്ടായിട്ട് പ്രാർത്ഥിക്കും, മുട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ക്ഷമിക്കുക, ഒരു പാറ്റനായി ഇവിടെ പോയി, പെട്ടെന്ന് ഷോക്ക് അടിച്ചാണെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോ ഈ ഒരു അവസ്ഥ നമ്മൾ ഏത് തരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴും അത് ചടങ്ങിന് വേണ്ടിയല്ല, ഞാൻ എന്നെ അതിൽ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അനുഷ്ഠാനമാണ്, അത് സാധനയാണ്. സാധനയുടെ സമയത്ത് സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആന്തരിക ലോകവും ഞാനും എന്റെ ബാഹ്യലോകം വെച്ചാൽ ഉപരിലോകവും, ബാഹ്യലോകം എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്, ഉപരിലോകം, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ആ ഉപരിലോകവും തമ്മിലുള്ള വിനിമയം, ഏകീകൃതാവസ്ഥ, സുതാര്യാവസ്ഥ ഇതുണ്ടായി വരും. ഈ ഏകീകൃത അവസ്ഥ ഉണ്ടായി വരുമ്പോൾ ഈ വിനിമയം സാധ്യമാകും. ഉപരിവ്യവസ്ഥയും ഞാനും എന്റെ ആന്തരിക വ്യവസ്ഥയും തമ്മിലുള്ള വിനിമയം സാധ്യമാകും. ഈ സമയത്ത് പ്രകൃതി എങ്ങനെയാണോ എന്നെ രൂപീകരിച്ചിട്ടുള്ളത്, പ്രകൃതി എന്തിനു വേണ്ടിയിട്ടാണോ എന്റെ സിസ്റ്റത്തെ പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകുന്നത്, ഈ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാൻ കാരണമാകും. മറ്റ് സ്വാധീനങ്ങൾ എന്നിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും, മറ്റ് എന്തെല്ലാം ഇളക്കങ്ങൾ വന്നാൽ പോലും ഞാൻ എന്റെ പാത തെറ്റാതെ നേരെ മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ എന്റെ ജീവിതം കൊണ്ട്, എന്റെ ജന്മസിദ്ധമായിട്ടുള്ള തനതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട്, എന്റെ ജീവിത പശ്ചാത്തലങ്ങൾ കൊണ്ട് പലതരത്തിലും വഴിമാറിപ്പോകാൻ സാധ്യതയുള്ള ഞാൻ സാധന ചെയ്യുമ്പോഴെല്ലാം തന്നെ ആ പ്രാഥമികമായ എന്റെ ജൈവ സംവിധാനത്തോട് ചേർന്ന് നിൽക്കും. ആ പ്രവർത്തനങ്ങളോട് ഞാൻ കടന്നുപോകും. സാധന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ സാധന മാത്രമല്ല, നല്ല ഭക്ഷണം കഴിക്കുന്ന സാധന, നല്ല ഹൈജീൻ പുലർത്തുന്ന സാധന, നല്ല വൈകാരിക അവസ്ഥകൾ നിയന്ത്രിക്കുന്ന സാംസ്കാരിക സാധനകൾ, നല്ല സംഘങ്ങളിലായിരിക്കുന്ന, സത്സംഗത്തിലായിരിക്കുന്ന സാധനകൾ. അങ്ങനെ സാധനങ്ങളുടെ തരങ്ങൾ ഒരുപാടാണ്. ഈ സാധനകളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്ന സമയത്ത്, ശരിയാം വിധമുള്ള സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം തന്നെ നമ്മൾ ആ വെർട്ടിക്കൽ അലൈൻമെന്റ്, പ്രകൃതി നമ്മളെ ഉരുവാക്കിയ ക്രമവുമായി ബന്ധപ്പെട്ട ഒരു നിലയിൽ നമ്മൾ നിന്നു പോവുകയാണ് ചെയ്യുക. മനുഷ്യന്റെ യുക്തിയുടെ സ്വാധീനം കൊണ്ട്, മനസ്സിന്റെ സ്വാധീനം കൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ സ്വാധീനം കൊണ്ട്, ചുറ്റുപാടുമുള്ള പശ്ചാത്തലങ്ങളുടെ, അവിടെയുള്ള ഉപകരണങ്ങളുടെ, അവിടെയുള്ള സമൂഹത്തിന്റെ, വ്യക്തികളുടെ ഒക്കെ സ്വാധീനം കൊണ്ട് നമുക്ക് പലപ്പോഴും വഴിമാറ്റം ഉണ്ടാകുമ്പോഴും സാധനയുടെ സമയത്ത് നമ്മൾ സാധന തന്നെയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അലൈൻഡായി. എപ്പോഴൊക്കെ വഴിമാറി പോകുമ്പോഴും തിരികെ എത്തിക്കാനുള്ള ആ സൈബർനെറ്റിക്സ് എന്നുള്ള സംവിധാനം, വിമാനത്തിന്റെ ഒരു റൂട്ടിലൂടെ പോകുന്ന ഒരു വിമാനത്തിന്റെ വഴി എപ്പോഴൊക്കെ തെറ്റുമ്പോഴും അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മുടെ ഓട്ടോ സൈബർനെറ്റിക്സ് ആണ് ഈ പറയുന്ന സാധന എന്നുള്ളത്.
സാധനയെക്കുറിച്ചുള്ള അറിവ്, സാധന പാലിക്കുന്നതിന്റെ പ്യൂരിറ്റി, സാധന പാലിക്കുന്നതിന്റെ ഡെപ്ത്, ഇങ്ങനെയുള്ളതെല്ലാം തന്നെ സാധനയുടെ ഉദ്ദേശ്യത്തെ കൂടുതൽ ശക്തമാക്കും. ഈ സാധന ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറ്റെന്ത് അനുഭവങ്ങൾ വരുമ്പോഴും അവയുടെ അവ പല വഴിക്കും തിരിക്കും, അല്ലെ? പല വഴിക്കും തിരിക്കുമെങ്കിലും ആ പല വഴിക്കുള്ള സ്വാധീനങ്ങളിൽ നിന്നും പഴയ സ്ഥിതിയിലേക്ക്, അതായത് യഥാർത്ഥ ഇയാളുടെ നിയതമായ സ്ഥിതിയിലേക്ക് തിരികെ വരാൻ, പ്രാകൃതികമായ സ്ഥിതിയിലേക്ക് തിരികെ വരാനുള്ള പ്രേരണയാണ് സാധന. ഈ ആധുനിക കാലത്ത് ജാതകത്തിനൊന്നും വലിയ പ്രസക്തി ഇല്ലാതെ പോയിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? ജനിച്ച കാലം കഴിഞ്ഞ് 2.5 വയസ്സാകുമ്പോൾ മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നടതള്ളുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, വിദ്യാലയത്തിൽ കൊണ്ട് നടതള്ളുന്ന പരിപാടി. നടതള്ളുക എന്ന് അറിയില്ലേ? അമ്പലത്തിലേക്ക് കൊടുക്കാതൊക്കെ പറയുന്നത് നടതള്ളുക. അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അന്ന് മുതൽ നമ്മൾ നമ്മുടെ പ്രകൃതിയോ നമ്മുടെ പ്രദേശമോ നമ്മുടെ കുടുംബമോ നമ്മുടെ മാതാപിതാക്കളോ നമുക്ക് നൽകിയിട്ടില്ലാത്ത ഒരു ക്രമത്തിലേക്ക്, അതോറിറ്റേറിയൻസ് നമുക്ക് നൽകിയ ഒരു ക്രമത്തിലേക്ക് നമ്മളെ അവതരിപ്പിക്കുകയാണ്. ആ സിസ്റ്റത്തിലൂടെ, ആ ടൈം ടേബിളിലൂടെ പോകുന്നു, അവിടുത്തെ ഒരു വ്യവസ്ഥയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രകൃതിയുമായി കണക്ഷനിലാകുന്നതും ഒക്കെ ദിവസത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിൽ, ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1-2 മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതോറിറ്റേറിയൻ സിസ്റ്റവുമായിട്ട് ചേർന്നുകൊണ്ടുള്ള, ഒരു പണവ്യവസ്ഥയുമായി ചേർന്നുകൊണ്ടുള്ള, തൊഴിൽ വ്യവസ്ഥയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ക്രമത്തിലേക്ക്, ഒബീഡിയൻസ് ടു അതോറിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റി പ്രതിഷ്ഠിക്കുക. അത് സാധനയല്ലേ? അതൊരു സാധനയാണ്. ആ ക്രമത്തിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം മറ്റു സ്വാധീനങ്ങൾ വരുന്നില്ലല്ലോ. അവിടെ സുരക്ഷ എന്ന് പറയുന്നത് അവർ എന്തിനെ വിശ്വസിക്കുന്നു, അവരെന്തുമായി ഏത് സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കുന്നു, ആ സിസ്റ്റം നൽകുന്ന ഉറപ്പാണ്. അപ്പൊ അതോറിറ്റേറിയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇവിടുത്തെ ഒരു ജീവിത വ്യവസ്ഥയിൽ, കമ്പോളാധിഷ്ഠിതമായിട്ടുള്ള മാർക്കറ്റ് ഇക്കോണമിയെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യവസ്ഥയിൽ അയാളെ പ്രതിഷ്ഠിച്ച് അതിൽ ഉപജീവിച്ചു പോകുന്ന സമയത്ത് അവിടെ അയാൾക്ക് കിട്ടുന്ന ഒരു ആപേക്ഷിക സുരക്ഷയുണ്ട്. ആ ആപേക്ഷിക സുരക്ഷ അനുസരിച്ച് ഇയാളുടെ യുക്തിക്കോ ഇയാളുടെ മറ്റു കാര്യങ്ങൾക്കോ വ്യക്തിഗത ജീവിതത്തിനോ ഒന്നും തന്നെ വലിയ പ്രസക്തി ഇല്ലാതെ പോകുന്ന സമയത്ത് അയാൾ ഒരു സാധനയുടെ സുരക്ഷയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ആളുകൾ സർക്കാർ ജോലി വേണമെന്ന് പറയുന്നത്. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 55 വയസ്സ് വരെ വേറൊന്നും ആലോചിക്കണ്ടല്ലോ, ആ വഴി അങ്ങ് പോയാൽ മതി. നല്ല സാധനയാണ്, കൃത്യമായ സാധനയിലൂടെ നമ്മളങ്ങനെ കടന്നു പോകും. കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്, ശമ്പളത്തിന് ടൈം ഉണ്ട്, ജോലിക്ക് ടൈം ഉണ്ട്, ഉത്തരവാദിത്തങ്ങൾക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിലൂടെ നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് അവിടെ ജീവിത സുരക്ഷ ഉണ്ടാവും. ബാക്കി എന്തൊക്കെ സ്വാധീനം വരുമ്പോഴും ജീവിതത്തിന്റെ ഒരു ട്രാക്ക് കൃത്യമായിരിക്കും. വ്യക്തിഗത ജീവിതത്തിൽ പ്രശ്നം വരും, ആരോഗ്യ ജീവിതത്തിൽ പ്രശ്നം വരും, ഒക്കെ വരും. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഒരു ട്രാക്കിലൂടെ പോകാൻ പറ്റും. അവിടെ വലിയ കുലുക്കങ്ങൾ ഉണ്ടാവില്ല. പിന്നെ 55 വയസ്സിന് ശേഷമാണ് പിന്നെ ഉണ്ടാവുന്ന കുലുക്കങ്ങൾ. പിന്നെ മക്കൾ നല്ല വഴിക്കൊക്കെ പോകുന്ന സമയത്താണ് പിന്നെ കുലുക്കം ഉണ്ടാവുക. പക്ഷെ ഗവൺമെന്റ് ജോലി കിട്ടിയ ആളുടെ സമയത്താണ് കുലുക്കം ഇല്ലാതെ പോകാൻ. കാരണം അവർ സാധനയിലാണ്. അപ്പോ സാധന എന്ന് പറയുന്നത് വ്യക്തിഗത ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള വഴിതിരിവുകളുടെ സംഭാവ്യതയുണ്ടല്ലോ, ഡീവിയേഷൻസിന്റെ, ലോജിക്കൽ ഡീവിയേഷൻസിന്റെ പ്രോബബിലിറ്റി ഉണ്ടല്ലോ. ഈ പ്രോബബിലിറ്റി ഒരു വ്യക്തിയിൽ വരാൻ കൊണ്ടുവരുന്ന എന്താ പറയാ, ഈ ടർബുലൻസ് ഇല്ലേ, പ്രക്ഷുബ്ധതകളില്ലേ, അതിന് പരിഹാരമാണ് ഈ സാധന എന്ന് പറയുന്നത്. അത് ഏത് സാധനയാണെങ്കിലും ശരി, ഏത് സാധനയാണെങ്കിലും ഒരു സാധനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അതിൽ ഒരു ദിവസം 2 ദിവസം കടന്നു പോകുന്നില്ല. ജീവിതത്തിന്റെ ഏറിയ പങ്കും നമ്മളൊരു സാധനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ യൗക്തികമായി വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുന്ന ചലനങ്ങൾ അടക്കം, സാഹചര്യങ്ങൾ, പശ്ചാത്തലങ്ങൾ, ചുറ്റുപാടുകൾ, ഇവയെല്ലാം കൊണ്ടുവരുന്ന സ്വാധീനങ്ങൾ കൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങളെ എല്ലാം അതിജീവിക്കാൻ ഈ സാധനയ്ക്ക് കഴിയും. അപ്പൊ ഇത് ജാതകത്തിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുള്ള, നിങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും നിങ്ങളൊരു സാധനയിലായി തീർന്നാൽ ആ സാധനയ്ക്ക് ഈ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുള്ളതിനും അതീതമായി പോകുവാനുള്ള, നിങ്ങളെ കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട്. അപ്പോ ജാതകത്തെ മനസ്സിലായി, ജ്യോതിഷം, ജാതകം, ഈ കാര്യങ്ങളുടെ
എവിടെ നിന്നാണ് ഇതുണ്ടാവുന്നത്, എന്താണ് ഇതിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ നക്ഷത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ല, അത് ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ട് അവരത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. പല നാടുകൾ പല രീതിയിലാണ് അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതെന്തോ ആയിക്കോട്ടെ, അവരെങ്ങനെ രേഖപ്പെടുത്തി എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ആ രേഖകൾ എങ്ങനെയാണെങ്കിലും അവ നമ്മളെ സ്വാധീനിക്കുന്നതാണ്. പക്ഷെ സ്വാധീനം എന്നുള്ളത് എന്താണ്? നമ്മുടെ വ്യക്തി ജീവിതത്തിനനുസരിച്ച്, നമ്മുടെ സ്വഭാവ വിശേഷങ്ങൾക്കനുസരിച്ച് നമ്മളിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ. ഈ പല വഴിക്കും തിരിയുന്നതിനെ നമ്മൾ ഒരു നിലയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ് സാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധന എന്നുള്ളതും നമുക്ക് മനസ്സിലായി, ജാതകവും മനസ്സിലായി. ഇനി ഈ ജാതകത്തിന്റെ മുകളിൽ ഈ സാധനയുടെ സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് വ്യക്തിഗത ജീവിതത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ജാതകത്തിന്റെ ഭയപ്പാടുണ്ടാവുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെയാണ് സാധനയെ കൃത്യമാക്കുക എന്നുള്ളത്. അതോറിറ്റേറിയൻസ് പറയുന്ന രീതിക്കനുസരിച്ച് നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത്, ഒബീഡിയൻസ് ടു അതോറിറ്റി എന്നുള്ള രീതിയിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ലൈഫ് സെക്യൂരിറ്റി ഉണ്ട്. ആ ലൈഫ് സെക്യൂരിറ്റി അല്ല യഥാർത്ഥ അതോറിറ്റിയുടെ കയ്യിൽ, ആ കൈക്കകത്ത് നമ്മളെ നിക്ഷേപിക്കുന്ന സമയത്ത്, അതിനകത്ത് നമ്മളെ സമർപ്പിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുക. ആ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് പ്രകൃതി എന്ന് പറയുന്ന സംവിധാനത്തോട്, പ്രപഞ്ചം എന്ന് പറയുന്ന സംവിധാനത്തോട് ചേർന്ന് നിൽക്കുവാൻ പാകത്തിൽ പ്രപഞ്ച സഞ്ചാലനം ഉണ്ടല്ലോ, പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ആ സഞ്ചാലകത്വം ഉണ്ടല്ലോ, ആ സഞ്ചാലകത്വത്തെ നമ്മൾ പറയുന്ന പേരാണ് പ്രാണൻ. ഈ പ്രാണൻ എന്ന് പറയുന്ന സംവിധാനത്തോട് ചേർന്നിരിക്കുമ്പോൾ, അതിനെ പ്രാണനെ സാധനയാക്കുമ്പോൾ, പ്രാണനെ ആധാരമാക്കിയുള്ള സാധനങ്ങളിലൂടെ ആയിരിക്കുമ്പോൾ ജാതകം നിങ്ങളെ ബാധിക്കുന്നതല്ല. പ്രാണസാധന മാത്രമേ പൂർണ്ണമായിട്ടും നിങ്ങളെ ജാതകത്തിന് അതീതരായിട്ട് നിലനിർത്തുകയുള്ളൂ. പൂർണ്ണമായിട്ടും അതിന് അതീതമായി നിലനിർത്തുന്ന വെച്ചാൽ നേരിട്ട് നമ്മളിപ്പോ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നമ്മളുടെ വ്യത്യാസം അറിയാലോ. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊന്നും ഭയപ്പെടേണ്ട, കാരണം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ സംബന്ധിച്ചോളം ഇവിടെ മറ്റേ സ്റ്റേറ്റിന് സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാലും, ഇവിടെ പ്രകൃതി ദുരന്തം വന്നാലും അവരുടെ ശമ്പളത്തിനോ അവരുടെ റിസോഴ്സസിനോ തടസ്സം വരില്ല, കാരണം സെൻട്രലിൽ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ ഇക്കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളായാൽ മതി, പ്രാണന്റെ ആളായാൽ മതി, പ്രാണന്റെ വക്താവായാൽ മതി, പ്രാണന്റെ അകത്തായാൽ മതി. പ്രാണസാധനയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ സമ്പൂർണമായ പ്രകൃതി നിയന്ത്രണത്തിന്റെ, പ്രകൃതി ധാരയുടെ വഴിയിലായിത്തീരും. ആ സമയത്ത് മറ്റൊന്നും നിങ്ങളെ ബാധിക്കില്ല. ജാതകത്തിൽ പറയുന്ന ക്രമങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറാം. അതിനനുസരിച്ച് ആ പെരുമാറ്റത്തിന്റെ പാറ്റേൺ ഇങ്ങനെ വരുന്ന സമയത്ത്, പാറ്റേണുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ദിവസത്തെ പാറ്റേൺ, ഒരു പെരുമാറ്റത്തിന്റെ പാറ്റേൺ, ഒരു വികാരം ഉണ്ടാവുന്ന പാറ്റേൺ, നിങ്ങളുടെ 8 വർഷങ്ങൾക്കിടയിലുള്ള ഒരു പാറ്റേൺ, നിങ്ങളുടെ ഒരു ഋതുകാലത്തുള്ള പാറ്റേൺ, ഭൂമി ഇത്രയും കറങ്ങുന്ന സമയത്തുള്ള ഒരു പാറ്റേൺ, ഈ സമയത്തെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി വരും. അപ്പോഴൊക്കെ കേതുവ് കയറി വരും, മറ്റേ ശനി കയറി വരും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. ഇതെല്ലാം പാറ്റേണുകളാണ്. ഈ പാറ്റേണുകളിലെല്ലാം ആവർത്തിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതല്ല, ഇത്തരം സംഭാവ്യതകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജാതകം പറയുന്നത്, ജ്യോതിഷം പറയുന്നത്. ജ്യോതിഷവും ജാതകവും എന്നല്ല, ജ്യോതിഷം വെച്ച് ജാതകത്തെ വിശദീകരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഉണ്ടാകാവുന്ന ഈ പാറ്റേണുകളെ മുഴുവൻ നമ്മൾ ഒരു വലിയ പാറ്റേണിന്റെ ഭാഗമാക്കി മാറ്റുന്നതാണ് സാധന. ആ സാധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനോടാണോ അനുബന്ധമായി നിൽക്കേണ്ടത് അതുമായി നമ്മളെ ചേർത്തിണക്കിയാൽ നമുക്ക് മറ്റു സ്വാധീനങ്ങളിൽ നിന്നും ഒഴിവാകാൻ കഴിയും. അത് പ്രാർത്ഥനയുടെ ലോകമാകാട്ടോ, പ്രാർത്ഥനയുടെ ലോകമാകാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾ പുതിയ ഒരു സാധനയിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ പ്രാർത്ഥനയാണ് കാര്യം. ആ പ്രാർത്ഥനയുടെ വഴിയിലായിരിക്കുമ്പോ നിങ്ങൾ ആ ഒരു ഒന്നിനകത്തേക്ക് റെഗുലർ ആയിട്ട് ആ ഒരു സമയം, ആ ഒരു വൃത്തി എന്ന് പറയുന്നത് ഒരു നിഷ്ഠയാണ്, ഒരു പ്രോസസ്സാണ്. ആ ഒരു വൃത്തിയിലൂടെ പോകുമ്പോ നിങ്ങൾ അത് തന്നെ വിശ്വസിക്കുന്ന സമയത്ത്, നിങ്ങളുടെ മനസ്സും ശരീരവും വിശ്വാസവും എല്ലാം അതിനകത്ത് ഏകീകരിക്കുന്ന സമയത്ത്, അത് ഒരു കൂട്ടം ആളുകളിൽ അത് ഒരുമിച്ച് സംഭവിക്കുന്ന സമയത്ത് മറ്റുള്ളവയുടെ സ്വാധീനങ്ങളില്ലാതെ പോകും. ഒപ്പം നിങ്ങളുടെ ഇച്ഛയുടെ സ്വാധീനം അവിടെ കൊടുക്കുകയും കൂടെ ചെയ്താലോ, ആ ഇച്ഛയ്ക്കനുസരിച്ച് ചുറ്റുപാടുകൾ തിരിഞ്ഞു വളഞ്ഞൊഴിഞ്ഞ് നിങ്ങൾക്കനുസരിച്ചായിത്തീരും. പ്രാണസാധനയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാനുഷികമായ ചുറ്റുപാടുകളിൽ നിന്നുള്ള സ്വാധീനത്തെക്കാളും കൂടുതൽ നിങ്ങൾക്ക് പ്രാപഞ്ചികമായിട്ടുള്ള ഘടനയ്ക്കും പ്രവർത്തനത്തിനും അനുസരിച്ചുള്ള ഒരു വൃത്തിയിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയും. അവിടെ നിങ്ങളെ നിരന്തരമായി നിലനിർത്താൻ കഴിഞ്ഞാൽ നിങ്ങളെ ജാതകം, ജ്യോതിഷം,
ഈ വക കാര്യങ്ങളൊന്നും തന്നെ ബാധിക്കില്ല. നിങ്ങൾ വ്യക്തികളായിരിക്കുന്ന സമയത്ത് അവയുടെ സ്വാധീനം വരും. നിങ്ങൾ പ്രപഞ്ചമായിരിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തെ ബാധിക്കുന്നത് മാത്രമേ നിങ്ങളെ ബാധിക്കുള്ളൂ. പ്രപഞ്ചമാണ് നിങ്ങളെ ബാധിക്കുക. താൽക്കാലിക സാഹചര്യങ്ങളോ യുക്തികളോ നിങ്ങളെ ബാധിക്കില്ല. അവ നിങ്ങളുടെ മുകളിൽ ഇളക്കം തട്ടിക്കാൻ പോകുന്നതായിരിക്കില്ല. അതുകൊണ്ടാണ് സ്വന്തം ജാതകത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ അത് ജാതകത്തിന് പുറത്തും ജീവിത നിയമങ്ങൾ ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. ജീവിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ പുറത്ത് വലുതായിട്ടുണ്ട്. നമുക്കറിയാവുന്നത് നമ്മുടെ ഒരു വട്ടം മാത്രമാണല്ലോ. നമ്മുടെ വട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ കാണുന്നതും അളക്കുന്നതും അറിയുന്നതും ഒക്കെ. അതിന് പുറത്തുള്ള ജീവിത നിയമങ്ങൾ, പ്രകൃതിയുടെ നിയമങ്ങൾ, പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ, ആ നിയമത്തെ അറിഞ്ഞ് അതിനോട് ചേർന്ന് നിന്നാൽ, അതിനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും തോറും, അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇച്ഛകളെ സമർപ്പിക്കാൻ കഴിയും തോറും നിങ്ങൾക്ക് ഈ ജാതകത്തിന്റെയും ജ്യോതിഷത്തിന്റെയും ഒക്കെ ദുരനുഭവങ്ങളിൽ നിന്നും മാറി, അല്ലെങ്കിൽ അതിൽ പറയുന്ന അനുഭവങ്ങളിൽ നിന്നൊക്കെ മാറി അതിനെയൊന്നും ഭയപ്പെടാതെ പ്രാപഞ്ചികമായ ക്രമത്തിലേക്ക് പോകുവാനും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി നിലനിർത്തുവാനും കഴിയും. പ്രാണനെ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് പ്രാണൻ നിങ്ങളെ ശ്രദ്ധിക്കും. പ്രാണൻ എന്നുള്ളത് പ്രപഞ്ച സഞ്ചാലകത്വമാണ്, പ്രപഞ്ചചാലകത്വമാണ്. ആ പ്രപഞ്ചചാലകത്വം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ എല്ലാത്തിനെയും റെഗുലേറ്റ് ചെയ്ത്, സെൽഫ് റെഗുലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ ഓട്ടോണമസ് സിസ്റ്റമാണ്. നിങ്ങൾ ആ ഓട്ടോണമസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ അവതരിപ്പിക്കുന്ന സമയത്ത്, നിങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള സപ്ലൈസ് കംപ്ലീറ്റ് ആയിട്ടും അവിടെ നിന്നാണ് വരിക, പ്രാദേശികമായിട്ടായിരിക്കില്ല. ആ ഒരു ബന്ധത്തെ നിലനിർത്താൻ നിങ്ങൾക്ക് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ശാന്തമായിരിക്കാൻ കഴിയുക, നിങ്ങളുടെ ജീവിതത്തെ അതിന്റെ സമ്പൂർണ്ണ ഗതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യത്തിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്വന്തം ജാതകത്തെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ പ്രാപഞ്ചികമായ സംവിധാനത്തോട് ചേർന്നിണക്കി നിർത്താൻ ഉള്ള സാധന എന്താണെന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ചില ആളുകൾക്ക് അറിയാം, എല്ലാവർക്കും അറിയണമെന്നില്ല. ആ പ്രാക്ടീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അത് ഇപ്പൊ ഈ പ്രാക്ടീസും നമ്മുടെ കൂട്ടത്തിലുള്ള പ്രാക്ടീസ് തന്നെ വേണം. നിങ്ങൾ ഏത് പ്രാക്ടീസ് ആണെങ്കിലും ശരി, നിങ്ങൾ അതിന്റെ ക്രമത്തിലേക്ക് ആയിക്കഴിഞ്ഞ് അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അർപ്പിച്ച് അതിൽ വിശ്വസിച്ച് അതിലേക്ക് നിങ്ങളുടെ ഇച്ഛകളെ സമർപ്പിച്ച് ജീവിച്ചാൽ അത് ശരിയായ രീതിയിൽ നടന്നുകൊള്ളും. പിന്നെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം അവിടേക്ക് പോവുകയും അല്ലാതിരിക്കുമ്പോൾ നമ്മൾ വേറെ വഴിക്ക് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെളിയിലുള്ള സ്വാധീനങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ അവിടെ ആയിരിക്കുക, അതിൽ തന്നെ ആയിരിക്കുക, സാധനയിൽ തന്നെ ആയിരിക്കുക, ജീവിതത്തെ സാധനയായിട്ട് കൊണ്ടുപോവുക. അതിന് ഒളിമ്പസ് ഒരുപാട് വഴികൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ജീവിതത്തെ തന്നെ സാധനയാക്കുന്ന ഒരു വഴിയിലേക്ക് വന്നെത്തുമ്പോൾ നിങ്ങളുടെ ജാതകം നിങ്ങളെ ബാധിക്കുന്നതായിരിക്കില്ല എന്നതാണ് ഇന്നത്തെ സന്ദേശം. ഇനി ചോദ്യത്തിലൂടെ ബാക്കിയുള്ളതിലേക്ക് കടക്കാം. അതുവരെയും ഇത് കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ സന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.